പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കാട്ടിലെ സൂപ്പർ മാർക്കറ്റ് ഈ കഥ കേൾക്കൂ. കാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ്. ചെമ്പൻകരടിയാണ് ആ ആശയം കൊണ്ടുവന്നത്. കാട്ടിലുണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുക, അതായിരുന്നു ഉദ്ദേശം. ആദ്യമൊക്കെ മാർക്കറ്റിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കാനും അത് വാങ്ങാനും മൃഗങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. കിട്ടുകുരങ്ങനും ചെമ്പൻ കരടിയും മുൻകൈയെടുത്ത് കാട്ടിൽ നിന്ന് കിട്ടാവുന്ന വസ്തുക്കളെല്ലാം മാർക്കറ്റിലെത്തിച്ചു. വാഴപ്പഴമുണ്ട്, മാമ്പഴവും ചക്കപ്പഴങ്ങളും മത്തങ്ങയും ക്യാരറ്റ്, വെള്ളരി, പടവലവും പയറു, കിഴങ്ങുകൾ, കപ്പങ്ങയും കിട്ടു വിളിച്ചു പറഞ്ഞു. അങ്ങാടി മുളകുണ്ടു, കാന്താരി മുളകും, മുളയരിയുണ്ട്, തേനുണ്ട്, തേനൂറും നല്ല പഴങ്ങളുണ്ട്, വാങ്ങാൻ വരീകൻ്റെ കൂട്ടുകാരെ. ചെമ്പനും വിളിച്ചു പറഞ്ഞു. മടിച്ചു ഓരോരുത്തരായി സാധനങ്ങൾ വാങ്ങാനെത്തി. തങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കൾ കൊടുത്ത് പകരം ഇഷ്ടമുള്ള വസ്തുക്കൾ വാങ്ങിക്കാമെന്ന് വന്നപ്പോൾ മൃഗങ്ങൾക്ക് ആവേശമായി. ഈ മാർക്കറ്റിൽ മിച്ചം വരുന്ന വസ്തുക്കൾ അടുത്ത ദിവസം അപ്പുറത്തെ കാട്ടിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനും തുടങ്ങി. ഇവിടെ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കളെല്ലാം അപ്പുറത്തെ കാട്ടിൽ കൊടുക്കും. അപ്പുറത്തെ കാട്ടിലെ ചന്തയിൽ കിട്ടുന്ന വസ്തുക്കളോ ഈ ചന്തയിലും കൊണ്ടുവന്ന് വിൽക്കും. അങ്ങനെ കിട്ടാത്ത വസ്തുക്കൾ കിട്ടിത്തുടങ്ങിയപ്പോൾ മൃഗങ്ങൾക്ക് ആവേശമായി. കാട്ടിലെ മാർക്കറ്റ് മൃഗങ്ങളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറി. പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കാനും സാധനങ്ങൾ കൈമാറാനും ഒരിടം. അതാണ് കാട്ടിലെ സൂപ്പർ മാർക്കറ്റ്.